കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ തള്ളുകയാണ് CBCI. സർക്കാർ ക്രൈസ്തവ സംഘടനകളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കേന്ദ്രമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയെന്ന് പറഞ്ഞത്? അക്കാര്യം ഞങ്ങൾക്കറിയില്ല. ബുദ്ധിമുട്ടുകൾ കേന്ദ്രത്തെ അറിയിക്കാൻ സഭ പരിശ്രമം തുടരുകയാണ് എന്നും വ്യക്തമാക്കുകയാണ് CBCI. കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിമാർ ബില്ലിനെതിരെ നാളെ പാർലമെന്റിൽ പ്രതികരിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന് ഫാദർ മാത്യു കോയിക്കൽ പറഞ്ഞു. ഇതൊരു പുതിയ അറിവാണ്. ഇന്ന് വരെ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തുനിന്ന് CBCI ആയിട്ടോ അല്ല ക്രൈസ്തവ സംഘടനകളായിട്ട് ഇതുവരെ ഒരു ഡിസ്കഷനോ ഒരു അഭിപ്രായ പ്രകടനങ്ങളോ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതുവരെ CBCI അനുബന്ധ പ്രസ്ഥാനങ്ങളായിട്ടോ ഒരു സന്നദ്ധ സംഘടനകളായിട്ടോ ഇവർ സംസാരിച്ചായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കലുമില്ല. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം വെച്ചാൽ അവർ നമ്മുടെ ഗവൺമെൻറ് അല്ല, നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ ആഭ്യന്തരമന്ത്രി, നമ്മുടെ മൈനോറിറ്റിക്കുള്ള മന്ത്രി റിജിജു. നമ്മളവരെ തീർച്ചയായിട്ടും ബന്ധപ്പെടാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ അവരുടെ മുമ്പിൽ തീർച്ചയായിട്ടും വെക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. കാരണം അവരുടെ മുന്നിലല്ലാണ്ട് ആരുടെ മുന്നിൽ വെക്കും? പിന്നെ ഇത് ക്രൈസ്തവ സഭയുടെ മാത്രം ഒരു പ്രശ്നമല്ല, ഇതൊരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ ആ രീതിയിൽ തന്നെ കാണണം, അല്ലാണ്ടൊരു ക്രൈസ്തവ സംഘടനയുടെ അല്ലെ ക്രൈസ്തവ സഭയുടെ ഒരു പ്രശ്നമായിട്ട് ഇത് കാണരുത്.